എല്ലാവർക്കും ഒരു ആയ പോയി എന്നാണ് പോകുന്നത് ബാറ്റിൽ തുറത്ത ഹെവൻ എന്ന ആനിമിന്റെ എപ്പിസോഡ് 157 ഒക്കെ. ഇപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഗൂക്കളായുള്ളവര് അവരെ കാത്തു നിൽക്കുകയാണ്. അവർ ഓരോരുത്തരായിട്ട് വരാനായിട്ട് തുടങ്ങി. ഗൂക്കളാല അവരും അതുപോലെ ബാക്കി ക്ലാനിലുള്ള എല്ലാവരും അവിടെ എത്തി. അതേ അവസാനം സിയോയുടെ യൂണർ വരികയാണ്. അവരെ കണ്ട് എല്ലാവരും നല്ല രീതിയിൽ അച്ചീവ് ചെയ്തല്ലോ. യൂണറിനെ കണ്ട് ഹാപ്പി ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ സിയോൻ അവൻ 3 ലെവൽ അതിനുള്ളിൽ കയറി എന്നത് കണ്ട് ഷോക്ക്. ശിവശിവനെ മീറ്റ് ചെയ്തത് വെറുതെയായില്ല എന്ന് മനസ്സിൽ വിചാരിക്കുന്നു ടോങ് ഷോൻ. അവരെല്ലാം കണ്ട് പോയ എല്ലാവരും വന്നല്ലോ. എന്റെ പയ്യന്മാര് ഏത് ലെവലിൽ എത്തിയെന്നാണ് ഞാൻ ഇനി കാത്തിരിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് 2 ബോഡി അത് പറന്നവിടെ വന്ന് വീഴുന്നത്. അതുകൊണ്ട് ഷോക്കായി പോയി. ഹുല്ലിൻ എന്ന ആള് ഇതാരും ഇങ്ങനെ ചെയ്തേ ഷിയോയെ നീയല്ലേ? അവനതിന് വരുന്നതും പോകുന്നതല്ല എന്റെ മണ്ടയിലാകുന്നത് എന്തിനാ? കാരണം അവരായിട്ട് പ്രശ്നം നിനക്കാണ് എന്ന് പറയുമ്പോൾ യൂണറുടെ കയറിയിട്ട് ഹെവലി ടോപ്പ് വളരെ ഡേഞ്ചറായ പ്ലേസ് ആണ്. ഒരു ഗ്യാരണ്ടി ഇല്ല തിരിച്ചു വരാൻ. പിന്നെ ഇവർ 2 പേര് എന്നെ അവിടെ വെച്ച് കൊല്ലാൻ നോക്കി. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആദ്യം അതുകൂടി പറയണം. അയാൾക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല. അത് കേട്ടിട്ട് ഗൂപ്ലാൻ എൽഡേഴ്സ് കേട്ട് എന്ത് ധൈര്യമുണ്ട് പ്യുവർ ബ്ലഡ് ലൈനെ ഇല്ലാതാക്കാൻ നോക്കിയത്. അവിടെ നിന്ന് വന്നിരുന്നെങ്കിൽ ഗൂഗിളെ വിട്ട് പോയില്ലായിരുന്നു. നിങ്ങളെല്ലാം സിയോ എന്നെ രസിക്കാനായിട്ട് നോക്കുന്നു. ഇത് അങ്ങനെ തീരില്ല എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് അയാൾ പോയി. പിന്നെ ബാക്കിയുള്ളവരെ അവിടെ നിന്ന് പോവുകയാണ്. ഷിയോൻ ടോങ് ഷോനോട് ഈശോന്റെ ബാക്കിയുള്ളവരൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഫാളിംഗ് സ്റ്റാർ പൗലിൽ നിന്ന് ഒരു പെട്ടെന്നൊരു മെസ്സേജ് വന്ന് അവരെ വിളിച്ചു. അങ്ങോട്ട് പോയി. അത് കേട്ട് ഷിയോന് ടെൻഷനായി. എന്തോ പ്രശ്നമായിട്ട് ഉണ്ട്. എനിക്ക് ഉടനെ പോകണം. യൂണർ അവളും കൂടെ വരാമെന്ന് പറയുമ്പോഴാണ് ടോങ് ഷോൻ ലിങ്ക്ലാൻ അല്ലെങ്കിൽ ഇവിടെ വരാതിരുന്ന സ്പിരിറ്റ് ക്ലാൻ അവരുടെ സ്പിരിറ്റ് ഏറിയം പെട്ടെന്ന് തന്നെ സീൽ ചെയ്ത് അന്വേഷിച്ച് നോക്കിയപ്പോൾ ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്തോ കാര്യമുണ്ടെന്ന് മാത്രം മനസ്സിലായി. അതുവരെ യൂണർ ഇവിടെ സേഫായിട്ട് വേണം, പുറത്തോട്ട് പോകാൻ കഴിയില്ല. ഷിയോന് അവർ പറയുന്നത് കേൾക്ക്, ഞാൻ പൊയ്ക്കോളാം. അവളതിന് ഹുൻക്ലാൻ്റെ അവർ അസാസിനെ ഒരുപാട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സൂക്ഷിക്കാനായിട്ട് പറയുകയാണ്. അവന് ഓക്കെ ടാങ്ഷോൻ അവ സേഫായിട്ട് പോകാനുള്ള കാര്യങ്ങൾ ആക്കിയിട്ടുണ്ട് എന്നുകൂടി പറയുകയാണ്. അതിനുശേഷം മറ്റൊരു പ്ലേസിൽ ഷിയോൻ അവിടെ നിൽക്കെ യൂണർ വന്നിച്ച് എന്താ ചിന്തിച്ച് കേൾക്കുന്ന ഈശ്വരൻ ടൈനുകൊക്കെ പെട്ടെന്ന് പോയതാണോ അതേന്ന് പറഞ്ഞിട്ട് എന്തോ കാരണമുണ്ട്. യൂണർ എനിക്ക് മനസ്സിലാകും. അവളും അവൻ ഇനി എന്നാണ് കണ്ടുമുട്ടുക എന്നത് പറഞ്ഞ് അവൾക്ക് സങ്കടമാണ്. ഗുയുവൻ വരുന്നത് അതുകൊണ്ട് യൂണർ അച്ഛന് പോയി ഇവിടെ എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. നീ വന്നിട്ട് എന്നെ കണ്ടില്ലല്ലോ. അതിനൊന്നും പറയാതെ ഞാൻ ഷിയോനെ ഫെയർവെല്ലിൽ പറയാൻ വന്നതാണ്, നാളെ കാണാം എന്ന് പറഞ്ഞിട്ട് അവളവിടെ നിന്ന് പോയി. ഷിയോനോട് നീ ശിവശിവനെ കണ്ട് അല്ലേ, നിന്റെ ഉള്ളിൽ ഷിയോക്ലാൻ ബ്ലഡ് അതുകൊണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. നീയാണ് ലാസ്റ്റ് ഹോപ്പ്. അവൻ അത്ര റിസ്ക് എടുത്ത് ഷിയോനെ പോയി ശിവശിവനെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല എന്ന് ചോദിക്കുകയാണ്. അതുണ്ടാക്കിയത് ഒരു ഡൗഡിയാണ്. നമുക്ക് ആർക്കും കഴിയില്ല. ഒരു ഡൗഡി പവറെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാകൂ. എന്ത് ഡൗഡിയോ എന്ന് ഷിയോന് സ്പിരിറ്റ് ക്ലാനിൽ നടക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് വ്യക്തമാക്കുന്നില്ല. മേ ബി മുന്നോട്ട് പോകെ പറയുമായിരിക്കാം. അതുകൊണ്ട് നീ ആ ജേഡ് അത് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞിട്ട് പോയി. അവൻ അതും നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം പിറ്റേന്ന് ഷിയോൻ പോകാനായിട്ട് ആ ബോട്ടിലേക്ക് വന്ന് അവൻ മീറ്റ് ചെയ്ത എല്ലാവരും അവിടെ ഉണ്ട്. തിരികെ പോവുകയാണല്ലോ. യാവോ ക്ലാനില് അവൻ വന്നിട്ട് യാവോച്ചന്റെ യാവോ ക്ലാനിലെ സെർമണി ഇൻവിറ്റേഷൻ ചെയ്ത കാര്യം അത് കൊടുക്കുകയാണ്. ഇത് വേണ്ടെന്ന് പറയരുത് നിന്റെ മാസ്റ്ററിന് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവനുമായി ചെന്നിട്ട് യൂണറിനോട് ബൈ പറയുകയാണ്. അവൾക്ക് സങ്കടമുണ്ട്. സേഫ് ആയിട്ട് പോകാൻ പറഞ്ഞിട്ട് വിടുന്നു. അങ്ങനെ കുറച്ച് നാൾക്ക് ശേഷം പിന്നെ ഫാളിംഗ് സ്റ്റാർ പൗലിയിലേക്ക് വരികയാണ്. അപ്പോഴുണ്ട് ഗാർഡ്സ് ഷിയോൻ അതായത് അവിടുത്തെ ഇങ് മാസ്റ്റർ ആണെന്ന് അറിയാതെ അറ്റാക്ക് ചെയ്യാൻ വന്നു. ഷിയോൻ ഫ്രീസ് എന്ന് പറഞ്ഞതും അവരെല്ലാം ഫ്രീസായി. എങ്ങനെയാണെന്ന് അറിയില്ല. മേ ബി പുതിയ സ്കില്ല് വല്ല ആവാം. അവൻ 10 വർഷം കൊണ്ട് ഗാർഡ്സ് ഇത്രയും സ്ട്രിക്റ്റ് ആക്കി. ഷിയോനെ വിളിച്ച് മാസ്റ്റർ വന്നു. നീ വന്നു 1005 നിന്ന് 8 അവൻ ഈശ്വരന്റെ ബാക്കിയുള്ളവരൊക്കെ തിരികെ വന്നായിരുന്നതിന് അത് അവർ വന്നു. അതുപോലെ പോയി. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ യാന ലൈൻസ് ഇപ്പോൾ പ്രോബ്ലത്തിലാണ്. ഇപ്പോഴാണ് കാര്യം പറയുന്നത്. 1 വർഷം മുൻപ് പ്രൊഫൗണ്ട് ലൈൻ സെറ്റ് എന്ന സെക്ട് നോർത്ത് വെസ്റ്റ് റീജിയൻ അറ്റാക്ക് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ പകുതി നോർത്ത് വെസ്റ്റ് റീജിയൻ തന്നെ പിടിച്ചെടുത്തു. അവിടെയാണല്ലോ യാൻ അലയൻസ്. ഒരുപാട് എപ്പിസോഡുകൾക്ക് മുൻപ് ഷിയോയും യാൻ അലയൻസ് അവിടെ ഉണ്ടാകാനായിട്ട് തീരുമാനിച്ച് സോൾ ഹാൾ അറ്റാക്കിന് ശേഷം മെഡുസയോട് നോക്കാനായിട്ട് പറഞ്ഞിട്ടാണ് സെൻട്രൽ പ്ലെയിനിലേക്ക് വന്നത്. അത് കാണാത്തവർ പോയി കാണാനൊന്നും പറയുന്നില്ല. ഏത് എപ്പിസോഡൊന്നും എനിക്കറിഞ്ഞൂടാ. അങ്ങനെയാണ് അത് നടന്നത്. ഇപ്പോൾ അവരെ നോർത്ത് വെസ്റ്റ് പിടിച്ചെടുത്തു വരികയാണ്. അതുപോലെ ഒരുപാട് സോൾ ഹാൾ മെമ്പേഴ്സ് അങ്ങോട്ട് വരുന്നതായിട്ടും മനസ്സിലാക്കി. അതുകൊണ്ട് ഷിയോൻ പിന്നെ ദേഷ്യമായി. ഞാൻ ഉടനെ പോകാമെന്ന് പറയുമ്പോൾ യാൻ അലയൻസിലേക്ക് ഈശ്വരനെ അയച്ചിട്ടുണ്ട്. നീ മാത്രം ചെന്നാൽ കാര്യം ഉണ്ടാകില്ല. അതിനൊരു ടീം വേണം. നീ കുറച്ച് ടൈം താ. അറ്റ്ലീസ്റ്റ് 3 സ്റ്റാർ 1000 മിനിമം ഉള്ളവരെ ഒപ്പിച്ച് അതിന് ശേഷം പോകാം. അതുകൊണ്ട് ഇത്ര പെട്ടെന്ന് അവരെങ്ങനെ ഒപ്പിക്കാനാണ് എന്ന് ചോദിക്കുമ്പോഴാണ് മാസ്റ്റർ അതിന് ഞാൻ ഒരു ആൾക്കലിസ്റ്റ് ആണെന്ന കാര്യത്തെ മറന്നു. ഞാൻ ഒരുപാട് പേർക്ക് ഇൻവിറ്റേഷൻ അയച്ചു. വരുന്ന ഓരോ ആൾക്ക് 3 ടയർ 8 പിൽസ് 3 ടയർ 8 പിൽസ് അത് കൊടുക്കുക. അതുവഴി ഡൗസ് റീമിലേക്ക് കയറാനായിട്ട് കഴിയും. ഷിയോന് ഷോക്കായി പോയി. ഇത് വലിയ കോസ്റ്റ് ആകില്ലേ? അപ്പോഴാണ് മറ്റേ ആൾ വന്നിട്ട് ഇപ്പോൾ തന്നെ 5,000 വന്നിട്ടുണ്ടെന്ന് പറയുകയും അവരെ വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു വിട്ട് മാസ്റ്റർ അവരെ കൊണ്ട് നിനക്ക് വലിയ ഉപകാരം തന്നെ ഉണ്ടാകുക. അതിനുശേഷം ഹൈബോട്ടോ അങ്ങനെയാണ് കാണിക്കുന്നത്. മിസ്റ്റീരിയസ് ആയ കുറച്ച് ഡൗസൺ ആയവരെ ഈ ലൈൻ സെറ്റിലേക്ക്
പോകുന്നതായിട്ട് അറിഞ്ഞു. ഹൈബോട്ടം അപ്പോൾ ഷാൻഹുവാൻ ഫോർട്രസ് ആണ് യാൻ അലയൻസിന്റെ ലാസ്റ്റ് ഡിഫൻസ്. അത് തകർന്നാൽ മറ്റൊരു ലൈനപ്പ് ഉണ്ടാകാൻ വളരെ പാടാണ്. വേറെ ഒരുത്ത വന്നിട്ട് അതേ പ്ലേസിൽ ഡൗസോങ് ആയ കുറച്ച് പേര് അറ്റാക്ക് നടത്തുവാണ്. ഷൗലിയാണ് എതിർക്കുന്നത്, അതായത് സെക്കൻഡ് ബ്രദർ. അതേപോലെ തന്നെ ലാൻഡ് സൈറ്റിലെ കുറച്ച് ഡൗസോങ് ആയവർ അവിടെ വന്ന് അറ്റാക്ക് നടത്തുന്നുണ്ട്. അത് എതിർക്കാനായിട്ട് ഷൗലി. എന്നാൽ കുറച്ചായപ്പോൾ തന്നെ കഴിഞ്ഞില്ല. ലോക്കയ്ക്ക് ഒരു അറ്റാക്ക് കൊടുക്കാൻ വന്നതും അത് ഐസ് വെച്ച് തടഞ്ഞു. ഹൈബോട്ടങ് അവിടെ വന്നിരുന്നു. അതുകൊണ്ട് യാൻ അലയൻസിന്റെ ഡൗസോങ് എക്സ്പേർട്ട് വന്നല്ലോ. യാൻ അലയൻസിനെതിരെ വന്നവര് ജീവനോടെ പോകില്ല എന്ന് ഹൈബോട്ടങ് പറയുമ്പോൾ, നീ മറന്നോ, നമ്മൾ ഡൗസോങ് ആണ്, ഇപ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ഉടനെ വരും എന്ന് അറിയിക്കാനായിട്ടാണ് വന്നത് എന്ന് പറഞ്ഞ് പോവുകയാണ്. എന്റെ വാക്ക് നീ എന്ന് കേട്ടില്ല എന്ന് പറഞ്ഞ ഐസ് ഡ്രാഗൺ അത് ആ വേർഡിലേക്ക് നേരെ വിട്ട് ആ പോയിക്കൊണ്ടിരുന്ന അവരെ തൂക്കി. എന്ത് പീക്ക് ഡൗസോങ് എന്ന് പറഞ്ഞ് ഷോക്ക് അവരവിടെ തീർന്നു. അതിനുശേഷം ഫാളിംഗ് സ്റ്റാർ പവലിയൻ അവിടെ ഇതിനോടൊക്കെ 20 ഡൗസനായവർ വന്നിട്ടുണ്ടായിരുന്നു. ടയറൈറ്റ് പിൽസ് ഇത്രയ്ക്ക് വിലയുള്ളതാണോ മാസ്റ്റർ? അതിന്റെ ഫ്യൂച്ചറിൽ ഇത് വെച്ച് നിനക്ക് ഒരുപാട് നേടിയെടുക്കാൻ കഴിയും. ഫാളിംഗ് സ്റ്റാർ പവലിയിൽ നിന്ന് കുറച്ച് പേര് അയക്കുന്നുണ്ട്. മാസ്റ്ററിന് വരാൻ കഴിയില്ല, സോൾഹാളിന്റെ നീക്കം ഇവിടെ ഉണ്ടാകാം, ഗാർഡ് ചെയ്യണം. ഷുവാനപ്പോൾ നീ ഒരുപാട് പിൽസ് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് തമാശ പറയുകയാണ്. ഷുവാനപ്പോൾ യാൻ ക്ലാനിൽ നിന്ന് യാവോ ക്ലാനിൽ നിന്ന് മാസ്റ്ററിനെ ഇൻവൈറ്റ് ചെയ്തത് അത് കൊടുക്കുന്നു. അതുകൊണ്ട് ഷുവാന അതേപോലെ മാസ്റ്റർ എന്തോ പോലെ അവിടെ പാസ്റ്റിൽ എന്തോ ഒരു കാര്യം നടന്നിരുന്നു എന്ന് മനസ്സിലാക്കാം. എന്തിനാലും ഇത് പറഞ്ഞിട്ടല്ല എന്ന് വായിച്ചിട്ട് പോവുകയാണ്. അതിനുശേഷം അവരുള്ള അവിടെ 30 ഡൗസോനായവര് അങ്ങോട്ട് മാസ്റ്റർ ശിവനെ വന്ന് ശിവനെ കണ്ട് ഇതാണ് ഫാളിസ്റ്റർ പോലിന്റെ ഇങ്ക് മാസ്റ്റർ എന്നൊക്കെ പറയുന്നുണ്ട്. ശിവൻ അവരോട് നിങ്ങൾ വന്നതറിയാലോ, എല്ലാവരും കൂടെ ഉണ്ടാകണം, അവര് നമ്മൾ ഉറപ്പായും കൂടെ നിൽക്കും, പകുതിക്ക് വെച്ച് പോകില്ല. ശിവൻ ഈ ലയൺ സെക്റ്റിനെ ഇല്ലാതാക്കണം, യാൻ അലയൻസിന്റെ പ്രൊട്ടക്ട് ചെയ്യണം, അവരത് ഏറ്റു പറയുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം ലയൺ സെറ്റ് വലിയ നീക്കം നടത്തുകയാണ്. ഷുവാൻ ഫോർട്രസിൽ പോയ 3 പേര് ഇല്ലാതായി. അങ്ങനെ എനിക്ക് ഇത് അത്ര എളുപ്പം തീരില്ല എന്ന് അവിടുത്തെ സെറ്റ് ലീഡർ അവരോട് എല്ലാവരുടെയും ഷുവാൻ ഫോർട്രസ് അറ്റാക്ക് ചെയ്യാനായിട്ട് റെഡിയാക്കാൻ പറഞ്ഞ് വിട്ടുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയാണ് അടുത്ത പുസ്തകം. ബൈ.